ഭരണം കിട്ടുക, ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ CPM-ന്റെ സിംഗുലർ അജണ്ട. മറ്റൊരു അജണ്ടയും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ ഉണ്ടായിരുന്ന ക്രൈറ്റീരിയ ഒക്കെ മാറ്റിവെച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള കുറേയധികം ആൾക്കാരെ ഇത്തവണയും മത്സരിപ്പിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു രീതി അനുസരിച്ച് മത്സരിക്കില്ല എന്നൊരു പക്ഷേ കരുതപ്പെട്ടിരുന്ന പല ആൾക്കാരും ഇത്തവണ മത്സരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ശക്തരായിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ നേമത്ത് ശ്രീ വി ശിവൻകുട്ടി അല്ലാതെ മറ്റാരെങ്കിലും നിന്നാൽ CPM-ന്റെ നില പരുങ്ങലിലാകുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ തെരഞ്ഞുപിടിച്ച് അവരെ വീണ്ടും മത്സരിപ്പിക്കാനായിട്ട് അവർ തീരുമാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മഞ്ചേശ്വരത്തും പാലക്കാടും വരാത്തത് എന്നുള്ളതൊരു ചോദ്യമാണ്. അവിടെയും അവർക്ക് ആളെ കണ്ടുപിടിക്കാം. സരിൻ അവിടെ തെളിയിച്ച ആളുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഒരു അവസരം കൂടി കൊടുക്കാം. മറ്റ് 2 സ്ഥാനാർത്ഥികളും മാറുകയാണ്, സരിൻ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഒരുപക്ഷെ കുറേയധികം ആൾക്കാർക്ക് കൂടുതലായിട്ടും ഉണ്ടാകും. ആ സാധ്യത പോലും അവരിവിടെ ഉപയോഗിക്കാത്തതിന്റെ കാരണം തങ്ങൾക്ക് മാക്സിമം സീറ്റ് കിട്ടുക എന്നതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് ഒരുപക്ഷെ ശക്തിയില്ലാത്ത സീറ്റുകളിൽ ജയസാധ്യത കൂടുതലുള്ളത് BJP-ക്ക് ആണെങ്കിൽ BJP ജയിച്ചോട്ടെ എന്നൊരു പക്ഷെ അവർ കരുതുന്നുണ്ടാകും. അതിന് ഡീലൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഡീലല്ല, പക്ഷേ അത് അങ്ങനെ ആഗ്രഹത്തിന് പുറത്ത് വരുന്ന ചില നീക്കുപോക്കുകൾ എന്ന് പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുമെന്നാണല്ലോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി. പക്ഷേ കഴിഞ്ഞ തവണ LDF-ന് അതിന് മുമ്പിലത്തെ തവണത്തേക്കാൾ വോട്ടുകൾ കൂടി സരിൻ മത്സരിച്ചപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ വിലയിരുത്തലുകൾ നടത്താമായിരുന്നു. അവിടെ LDF കൂടുതൽ വോട്ടുകൾ പിടിക്കുന്നത് വഴി അവിടെ സാധ്യത BJP-ക്ക് കൂടും എന്നുള്ളത്. പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. UDF-ന്റെ വോട്ടുകളും അതോടൊപ്പം തന്നെ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണയും ആ രീതിയിലെ കാര്യങ്ങൾ പോയാൽ എങ്ങനെയായിരിക്കും? അവിടെ ഒരു ത്രികോണ മത്സരം എന്ന രീതിയിൽ താങ്കൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ടോ? അതോ ശോഭാ സുരേന്ദ്രൻ, രമേഷ് പിഷാരടി, ഈ ഫൈറ്റല്ലേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്? മഞ്ജുഷ, അവിടെ ഒരു ത്രികോണ മത്സരം എന്തായാലും നടക്കുന്നില്ല, അതിന് യാതൊരു സംശയവുമില്ല. അവിടെ CPM 3-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ അവർ സരിനെ അവതരിപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് വന്ന ആൾ എന്ന് മാത്രമല്ല, ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ, ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള ആൾ, പാലക്കാട് പുറത്തു നിന്ന്